അവിടെ നാണു എന്ന് പറഞ്ഞൊരു പേഷ്യൻ്റുണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നാണു മദ്രാസ് മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്നതാണ്. അപ്പോൾ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ 56 കേരളവും വച്ച് മാറിയപ്പോൾ മെൻ്റൽ പേഷ്യൻസിനെയും ഡിവൈഡ് ചെയ്തു. നാണു ഇങ്ങനെ തിരുവനന്തപുരം മെൻ്റൽ ആശുപത്രിക്ക് ഹാൻഡ് ഓവർ ചെയ്ത ഒരാളാണ്. നാണു വിശ്വസിക്കുന്നത് ഇപ്പോഴും ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഭരിക്കുന്നതെന്നാണ്. വൈസ്രായി വരുന്നു എന്നൊക്കെ പറയും. നാണു ഒരു ആചാന ബാഹുവാണ്. 5 പേരുടെ ശരീരശേഷിയുണ്ട്, ജോലി ചെയ്യും. പക്ഷേ നാണുവിന് ഒരു വൃത്തികെട്ട ചില ശീലങ്ങളുണ്ട്. സ്ത്രീകളെ കണ്ട വസ്ത്രം പൊക്കി കാണിക്കുക, ഇങ്ങനെയൊക്കെ. പക്ഷെ അതുകൊണ്ട് നേഴ്സസിനെയൊക്കെ അവർക്കറിയാം. അവിടുത്തെ നേഴ്സസൊക്കെ ഭയങ്കര ക്ഷമയുള്ളവരാണ്. പക്ഷേ ഇങ്ങനെയുള്ള കുറേ പേഷ്യൻസാണ് നമുക്ക് ജീവിതവുമായിട്ടുള്ള എല്ലാ ഇതും പോകും. ഞാനവിടെ പോയതും ജോലി ചെയ്തു. അപ്പോൾ ഇവിടെ വസ്ത്രം, അപ്പോൾ ജയലക്ഷ്മി സിസ്റ്റർ എന്നൊരു സിസ്റ്റർ വന്നു. അവർ BSc നഴ്സിംഗ് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു നല്ല കുടുംബത്തിലുള്ള നല്ലൊരു സ്ത്രീയാണ്, എന്നെക്കാളൊക്കെ മൂത്തതാണ്. അപ്പോൾ ഞങ്ങളൊരു സിസ്റ്റർലി ഇതാണ്, ഞാനും മുഹമ്മദും അനിയന്മാരെ പോലെ. പറഞ്ഞു, ഡോക്ടറെ നമുക്ക് ഇവരെ ഒന്ന് വസ്ത്രം ഉടുപ്പിച്ചാൽ എന്താ പറ്റുമെന്ന് നോക്കാം, ഡോക്ടർ കാര്യമൊക്കെ അറിയാമല്ലോ എന്ന്. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അന്ന് പൂജപ്പുര സെൻട്രൽ പ്രസിനിൽ നെയ്യുന്ന വസ്ത്രമാണ് ഇവർക്ക് ഡ്രസ്സായിട്ട് വരുന്നത്, ഒരു ചട്ടയും ഒരു ലുങ്കിയും പോലെയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞ് അവിടെ എനിക്കൊരു കോണ്ടാക്റ്റ് കിട്ടി. ഞാൻ ചെറിയ ഒരു മനുഷ്യനാണ്, ജൂനിയർ ആണെങ്കിൽ എനിക്ക് തിരുവനന്തപുരത്ത് വളർന്നതുകൊണ്ട് എനിക്ക് പല ഫീൽഡിലുള്ളവരെ അറിയാം. അവിടെ ചെന്നൊരു 10-200 ജോഡി ഡ്രസ്സൊക്കെ കൊണ്ടുവന്നു. ഇവരെ ഉടുപ്പിക്കാനുള്ള ശ്രമം തുടങ്ങി. ഭയങ്കര എതിർപ്പ്, ആദ്യമൊക്കെ എതിർപ്പ് പറഞ്ഞു. പക്ഷേ കുറച്ച് പറഞ്ഞപ്പം മറ്റു വാർഡിലുള്ള കുറേ നഴ്സസും മറ്റു വാർഡിലെ അറ്റൻഡേഴ്സ് ഈ കുറച്ച് താപ്പാനകൾ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം സപ്പോർട്ട് ചെയ്തു. സൂപ്രണ്ട് സപ്പോർട്ട് ചെയ്തു. ശരിക്കൊരു വസ്ത്ര വിപ്ലവമായിരുന്നു. ഇവരിൽ പലരും വസ്ത്രധാരണം എന്ന കർമ്മം പോലും മറന്നുപോയ ആളുകളായിരുന്നു. ചിലരൊക്കെ തുണി കീറി കൊടി പോലെയൊക്കെ കൊണ്ട് കിടക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടായി. പക്ഷേ അതൊരു വിപ്ലവമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയ ചില കാര്യങ്ങൾ. അതേസമയം അഴിമതി, ആശുപത്രി കിടത്തണമെങ്കിൽ കാശ് കൊടുക്കണം, ആശുപത്രിയിൽ എന്തെങ്കിലും പ്രതിഷേധമുള്ളവനെ മരത്തിൽ കെട്ടി അടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നടന്നു. കുറേയൊക്കെ നമുക്ക് സാധ്യമാകുന്നിടത്ത്. അങ്ങനെ ഒരു വർഷം പിന്നിട്ടപ്പോൾ ഞാൻ MD പഠിത്തത്തിനുള്ള MDക്ക് അഡ്മിഷൻ വേണം. അന്ന് ഞാൻ MBBS വെച്ചാണ് ഇത്രയും അഭ്യാസം. അങ്ങനെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു. ബാംഗ്ലൂരിലെ അന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് എന്നാണ് അതിന് പറയുക. അവിടെ അപ്ലൈ ചെയ്തു. കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായി. എൻ്റെ ആപ്ലിക്കേഷൻ ആദ്യം അവർ അക്സെപ്റ്റ് ചെയ്തില്ല. പിന്നെ കാരണം ഞാൻ സീനിയർ ഹൗസ് ഏജൻസി 6 മാസമേ ചെയ്തുള്ളൂ. പക്ഷേ ട്യൂട്ടർ പോസ്റ്റ് ഈസ് ഈക്വലൻ ടു സീനിയർ ഹൗസ് ഏജൻസി. അതൊക്കെ പറഞ്ഞ് എഴുതിയപ്പം പിന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. നല്ല കോമ്പറ്റീഷനായിരുന്നു. പക്ഷേ ആയിക്കോട്ടെ, ഐ തിങ്ക് ഐ വാസ് ദി ഫസ്റ്റ് റാങ്ക്. സെലക്ഷൻ കിട്ടി. അവിടെ അങ്ങനെ MD 3 വർഷത്തെ MD, സ്ട്രെയിറ്റ് MD ആണ്. അന്ന് 3-4 സ്ഥാപനങ്ങളിലെ ഇന്ത്യയിലുള്ളൂ. അവിടെ കയറി നല്ലൊരു ബാച്ചായിരുന്നു. അങ്ങനെ ഞാൻ സൈക്യാട്രിയിലെ പഠനത്തിലേക്ക് കടന്നു, ഉപരിപഠനം. ബാംഗ്ലൂർ എന്ന അതിമനോഹരമായ സിറ്റിയാണ്. അതൊക്കെ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയാണെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹൊസൂർ റോഡിലാണ്, ലാൽബാഗ് ഗാർഡൻ്റെ അപ്പുറത്ത്. അവിടെ ഒരു വശത്ത് മൈസൂർ ഗവൺമെൻറ്റിൻ്റെ, കർണാടക ഗവൺമെൻറ്റിൻ്റെ മെൻ്റൽ ആശുപത്രി, അതാണ് ഞങ്ങളുടെ പഠന ആശുപത്രി. മറുവശത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടും പഠന വിഭാഗം. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടം പോലെ റോഡ് ക്രോസ് ചെയ്യാം, അപ്പുറത്ത് പോയി ക്ലാസ് എടുക്കാൻ. ദിവസം തന്നെ പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. 2 ചെറിയ സ്ഥാപനമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ചെറിയ ഒരു സ്ഥാപനമാണ്. 4 പേരെയാണ് ഒരു വർഷം MDക്ക് എടുക്കുന്നത്. പിന്നെ ഡിപ്ലോമയുണ്ട് 6 പേര്. പിന്നെ ക്ലിനിക്കൽ സൈക്കോളജി, സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞ അനുബന്ധ കോഴ്സുകളുണ്ട്. പിന്നെ DM ന്യൂറോളജി ഉണ്ട്, ന്യൂറോ സർജറിയിലെ MCH, സൈക്കാട്രിക് നഴ്സിങ്ങിൻ്റെ ഒരു 20 പേര്. എല്ലാം കൂടെ ഒരു 100-110 പേരാണ് സ്റ്റുഡൻസ് ആകെ ഉള്ളത്. അധ്യാപകർ ഒരു 20-25 പേര്. അപ്പോൾ അവിടുത്തെ അന്തരീക്ഷം വളരെ വ്യത്യസ്തമായിരുന്നു. എന്ന് വെച്ചാൽ പഠനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആശുപത്രി സ്റ്റേറ്റ് ഗവൺമെൻറ് ആശുപത്രിയാണെങ്കിലും തിരുവനന്തപുരത്തെ ആശുപത്രിയേക്കാൾ വളരെ മെച്ചമാണ്. അവിടെയും അഴിമതിയൊക്കെ ഉണ്ട്. ആശുപത്രിയിൽ പേഷ്യൻറ്റിനെ കിടത്തുന്നതിന് രൂപ വാങ്ങിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ പൊതുവെയുള്ള അഴിമതിയുടെ തോത് കുറവായിരുന്നു. കുറേ കൂടെ സൗമ്യമായ പെരുമാറ്റമുള്ള ആശുപത്രി ജീവനക്കാരായിരുന്നു. പീഡനങ്ങൾ അത്രയൊന്നും കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം. കുറച്ചുകൂടെ ഓപ്പൺ ഹോസ്പിറ്റലാണ്, പബ്ലിക്കിന് കയറാൻ സാധിക്കും. അപ്പോൾ അവിടെ ഒരു MD സ്റ്റുഡൻ്റായിട്ട് ജോയിൻ ചെയ്തു.
അപ്പോൾ അത് ഒരു വലിയ ഒരു വഴിത്തിരിവായിരുന്നു. കാരണം ഞാൻ ജിപ്മർ പോണ്ടിച്ചേരിയിൽ ശീലിച്ച ആ ഒരു കണ്ട് പരിചയിച്ച ആധുനിക മനോരോഗ ചികിത്സയുടെ ഒരു വിശദമായ പഠനം, ഒരു അഗാധമായ പഠനം, അതിനുള്ള ഒരു അന്തരീക്ഷം എല്ലാ അർത്ഥത്തിലും അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഞങ്ങളുടെ ബാച്ച് 4 പേര്, ഞങ്ങൾ 4 പേരും വളരെ പഠനത്തിൽ മികവ് ഉള്ളവരായിരുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ബാച്ചിനൊരു അംഗീകാരം കിട്ടി. അവരുടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചരിത്രത്തിൽ വന്ന ഏറ്റവും നല്ല 2-3 ബാച്ചുകളിൽ ഒന്നാണെന്നുള്ളൊരു അംഗീകാരം കിട്ടി. അപ്പോൾ ആ സന്തോഷത്തോടെ അങ്ങനെ പഠിക്കും. അപ്പോൾ എൻ്റെ പ്രൊഫസർ ഒരു സർദാർജി ആയിരുന്നു, ഡോക്ടർ മഹൽ. ഒരു വലിയ അധ്യാപകനും ഒരു വലിയ സൈക്കാട്രിസ്റ്റും ഒന്നുമല്ല, പക്ഷെ ഒരുപാട് ഡിസിപ്ലിനുള്ള സർദാർജിയാണ്. തൊപ്പിയൊക്കെയുള്ള സർദാർജി. പിന്നെ ആർമി സർവീസ് കഴിഞ്ഞ് വന്നതാണ്, ഇംഗ്ലണ്ടിൽ ട്രെയിൻഡാണ്. അപ്പോൾ അദ്ദേഹം വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ടീച്ചറായിരുന്നു. അപ്പോൾ ഒരു 2-3 മാസം കഴിഞ്ഞപ്പം അപ്പം ഞങ്ങളുടെ MD പഠനത്തിൻ്റെ ഭാഗമായിട്ട്, അപ്പോൾ അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ഞങ്ങൾക്ക് പേഷ്യൻറ്റിനെ കാണാം, ചികിത്സയുടെ കാര്യങ്ങൾ നിർദ്ദേശിക്കാം, കൺസൾട്ടൻറ്റുമായിട്ട് അപ്രൂവൽ വാങ്ങി ചെയ്യുകയും ചെയ്യാം, ചെയ്ത് പഠിക്കുക എന്നൊരു സൗകര്യമാണ്. ന്യൂറോളജി ആണെങ്കിൽ നന്നായിട്ട് പഠിപ്പിക്കും. അപ്പോൾ ചുരുക്കത്തിൽ 100% ലയിച്ച് ഒരു എന്താ പറയേണ്ടത്, ഒരു സർഗാത്മകമായ പഠനം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ. അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത് അവിടുത്തെ ഡിസ്കഷൻസ് വളരെ ഫ്രീ അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് പ്രൊഫസറെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാം, അതിങ്ങനെ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ കുറേ വിറലൻ്റാണ്, ഞാൻ ആവശ്യത്തിനേക്കാൾ കൂടുതൽ വിറലൻ്റായി. പിന്നെ എനിക്കൊരു ജനറൽ റീഡിങ്ങിൻ്റെ പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഈ ഡിസ്കഷനൊക്കെ വരുമ്പോൾ പലപ്പോഴും സൈക്യാട്രിയും അത് കഴിഞ്ഞ് മനഃശാസ്ത്രവും പറയുന്നതോടൊപ്പം സാമൂഹ്യശാസ്ത്രവും അത്യാവശ്യം വേണ്ടിടത്ത് ചിലപ്പോൾ ഈവൻ ലിറ്റിൽ ബിറ്റ് ഓഫ് മാർക്സിസവും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ പറയുമ്പോൾ പ്രൊഫസർ പറയും അത്ര അങ്ങ് പോകണ്ട കേട്ടോ, നമ്മൾ ഈ ചികിത്സയുടെ മേഖലയാണ്, നമ്മൾ രാജ്യതന്ത്രം ഒന്നും അല്ല ഇവിടെ പഠിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറയും. ശരി, സോറി സാർ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെയൊക്കെ തന്നെ എത്തും. രണ്ടാമത് ബാംഗ്ലൂരിൻ്റെ മനോഹരമായ, എനിക്ക് ഏറ്റവും ഇഷ്ടം സിനിമയാണ്. 56 തിയേറ്ററുണ്ട് ഞാൻ പഠിക്കാൻ പോയപ്പം. അപ്പോൾ മിക്കവാറും ഒരുപാട് സന്തോഷം കിട്ടി. നല്ല റിലേഷൻഷിപ്പ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും 1-2 പേരുണ്ട് ഹോസ്റ്റലിൽ, അതിൻ്റെ ഒരിത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഞങ്ങൾക്കൊരു അധ്യാപന പരിശീലനം കൂടെ കോഴ്സിൻ്റെ പാർട്ടാണ്. MD കോഴ്സിലെല്ലാം അന്ന് ഇപ്പോഴും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് യൂഷ്വലി ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ ആണ്. 3rd ഇയർ പഠിക്കുമ്പോൾ നമ്മൾ ക്ലാസ് എടുക്കണം, ബാക്കിയുള്ള PG സ്റ്റുഡൻസിനായിട്ട് ക്ലാസ് എടുക്കണം. അതിൽ കൂടെ ഒരു അധ്യാപകനായിട്ട് നമ്മളെ രൂപപ്പെടുത്താനാണ്. ഞങ്ങളുടെ പ്രൊഫസർക്ക് പെട്ടെന്നൊരു ഓളം പോലെ തോന്നി, ഇവന്മാരെ ആദ്യത്തെ വർഷം മുതൽ തന്നെ ടീച്ചിങ്ങിന് ഉപയോഗിക്കാമെന്ന്. എന്നുവെച്ചാൽ ദി ബാച്ച് വാസ് ഗുഡ്, ഞങ്ങളുടെ പാർട്ടിസിപ്പേഷൻസൊക്കെ നല്ലതായിരുന്നു. അദ്ദേഹം നിശ്ചയിച്ചു, പട്ടാള ചിട്ടയാണ്, നിശ്ചയിച്ചു. ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറുണ്ട് ഡോക്ടർ മല്ലിക്ക്, പുള്ളിയെ വിളിച്ച് പറഞ്ഞു, ലിസ്റ്റ് ഇടാൻ പറഞ്ഞു. ലിസ്റ്റിൽ ആദ്യത്തെ പേരുകാരനായിട്ട് എൻ്റെ പേരും വന്നു. അങ്ങനെ ഒരു അധ്യാപനം, ഒരു ക്ലാസ് എടുക്കണം. അതൊരു വെള്ളിയാഴ്ച ദിവസം രാവിലെയാണ്, 8 മുതൽ 9 വരെ. അപ്പോൾ എനിക്കൊരു വിഷയവും തന്നു, ഡെലൂഷണൽ ഡിസോർഡർ, സംശയരോഗങ്ങൾ. നല്ല വിഷയമാണ്. അപ്പം ഞാനിത് ഉത്സാഹത്തോടെ അങ്ങ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങി, നല്ല പോലെ വായിച്ചും ഓക്കെ. അപ്പോഴേക്കും ഒരു ചെറിയ മൂവ്മെൻറ്റ്, ഈ സീനിയർ വിദ്യാർത്ഥികളുണ്ട്, 2nd ഇയർ MD പഠിക്കുന്നവരുണ്ട്, 2nd ഇയർ ഡിപ്ലോമ പഠിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഈ വെറും ജോയിൻ ചെയ്ത് 3 മാസമായ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിരിക്കണ ഒരു ഇൻഫ്രാഡിഗ്, അവരുടെ ഡിഗ്നിറ്റിക്ക് കുറവാണെന്നൊരു തോന്നൽ. ഇവന്മാരെല്ലാം കൂടെ ഒരു റിബൽ സംഘടന ഉണ്ടാക്കി ഒരു നിവേദനമായിട്ട് അസിസ്റ്റൻ്റ് പ്രൊഫസറുടെ അടുത്ത് നേരെ പോകാൻ പേടിയാണ് കേട്ടോ. അങ്ങേരൊരു ഹംസമാണ് ഡോക്ടർ മല്ലിക്ക്, സരസനായ ഒരാൾ. അദ്ദേഹത്തെ ചെന്ന് കണ്ട് പറഞ്ഞു, അവരൊരു പ്രപ്പോസൽ, ഇവന്മാരെ ഫസ്റ്റ് ഇയറാണ്, ഞങ്ങൾക്ക് പറ്റൂല, 2nd ഇയേഴ്സിനെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചാൽ മതി എന്ന്. പ്രൊഫസറല്ലേ അങ്ങേര്. സോ അങ്ങേര് പറഞ്ഞു, ഞാൻ ഒരു പ്രോഗ്രാം ഇട്ടതാണ്, ഇതിൽ ഏവനെങ്കിലും അറ്റൻഡ് ചെയ്യാനില്ലെങ്കിൽ അവനെ ഞാൻ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞു. സംഗതി വലിയ ചുരുക്കത്തിൽ ഇതൊരു ബലാബലമായി. പ്രൊഫസറും
ഈ റിബൽ ഗ്രൂപ്പ്. അപ്പോൾ റിബൽ ഗ്രൂപ്പ് നോർത്ത് ഇന്ത്യൻസാണ് കൂടുതൽ. ജയ്പൂരിൽ നിന്നുള്ള ഒരുത്തനാണ് ലീഡർ. 2 മലയാളികളും ഉണ്ടാവുമല്ലോ, മലയാളിയല്ലേ, ഞാൻ മലയാളിയല്ലേ, അപ്പോൾ എതിർക്കാൻ വേണ്ടി അവന്മാരും ഉണ്ട്. 6-7 പേരേ ഉള്ളൂ. പക്ഷെ അവർ വളരെ പവർഫുൾ ആളുകളാണ്. ഹോസ്റ്റലിലൊക്കെ ഭയങ്കര പവർഫുള്ളാണ്. അപ്പോൾ ഇതൊരു എന്നാ ഇവന്മാരെടുക്കണ കാണിക്കാമെന്ന് അവന്മാരും. അപ്പോൾ പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്. ഞാൻ വിചാരിച്ചു ഇത് എടുത്തു കളയാമെന്നു. അപ്പം അതിനിടയിൽ ഇടയ്ക്ക് ഞാൻ ഈ പ്രൊഫസറോട് ഞാൻ പറഞ്ഞു, സാറേ എന്നെ ഒന്ന് ഒഴിവാക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങേര് പറഞ്ഞു, എടാ ഞാൻ നിൻ്റെ അപേക്ഷയായിട്ട് ഇത് പറഞ്ഞാൽ നിന്നെ പ്രൊഫസർ നിലം പരിചയം, ഹി വിൽ ഡെമോളിഷ് യു, മൈൻഡ് യു വിൽ ഹാവ് ടു വൈൻഡ് അപ്പ് യുവർ കോഴ്സ് ആൻഡ് ഗോ ബാക്ക് ടു ട്രിവാൻഡ്രം. അത്ര സ്ട്രിക്റ്റാണ് പ്രൊഫസർ. അവസാനം ഞാൻ പോയി എടുത്തു. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അപ്പോൾ എനിക്ക് സ്റ്റേജ് ഫിയർ ഇല്ല. ഏതിനും സ്റ്റേജിൽ കയറും. അത് പഠിക്കുമ്പോഴേ കിട്ടിയ ഒരു ചെറിയ ഇത്. പക്ഷേ ഇവിടെ സിറ്റുവേഷൻ ഡിഫറൻ്റാണ്. സ്റ്റേജിൽ പോയൊരു പാട്ടോ ഒരു ഡ്രാമയോ അതുപോലെ ഒരു റിസൈറ്റേഷനോ ഒരു എലക്യൂഷനോ ചെയ്യുമ്പോലല്ല. ഇവിടെ ഒരു സബ്ജക്റ്റ് പ്രിപ്പയർ ചെയ്ത് 1 മണിക്കൂറിലൊരു ക്ലാസ് എടുക്കണം. PG ക്ലാസ്സാണ്. അത് ഹോസ്റ്റലായിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിലാണ്. പക്ഷേ എല്ലാ പ്രൊഫസേഴ്സും വരും, എല്ലാ ടീച്ചേഴ്സും വരും ഇത് കേൾക്കാനായിട്ട്. ഈ ക്ലാസ്സുകൾ അങ്ങനെയാണ്, ഈ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്. പ്രൊഫസറും വരും. ഞാൻ തയ്യാറായി അവിടെ ചെന്നു. ഞാനൊരു 10 മിനിറ്റ് നേരത്തെ എത്തി. അപ്പം ചിലരൊക്കെ അഡ്വൈസ്, എനിക്ക് വെൽവിഷേഴ്സും ഉണ്ട് കേട്ടോ. അവർ പറഞ്ഞു ക്ലാസ് എടുക്കുമ്പോൾ ഓരോരുത്തൻ്റെയും മുഖത്ത് നോക്കരുത്, ഫ്രണ്ടിലുള്ളവനെ ഒട്ടും നോക്കരുത്, പുറകെ വരിയിൽ അവിടെയും നോക്കരുത്, ഒരു 3 വരി ബാക്കിൽ നിന്ന് 3 വരി ഫ്രണ്ടിലോട്ട് വെച്ച് നോക്കി അങ്ങ് എടുത്താൽ മതി, എല്ലാവർക്കും തോന്നും അവരെയാണ് നോക്കണമെന്ന്. ഇങ്ങനെയൊക്കെയുള്ള ചില ഗൈഡൻസുകൾ. ഏതായാലും ഞാനവിടെ കയറി നോക്കി. ഈ ടീച്ചിങ് പ്ലാറ്റ്ഫോം കണ്ടപ്പോൾ ഒരു ഗോത പോലെയാണ് എനിക്ക് തോന്നിയത്. അതിലൊരു ഫയൽമാൻ ഭയങ്കര ഒരു ഗോതയിലേക്ക് കയറി ഒരു മല്ലയുദ്ധത്തിന് വരുന്നവനെ പോലെ ഹെൽപ്ലെസ് ആയിട്ട് നോക്കി. ക്ലാസ് തുടങ്ങി. അപ്പോൾ ഇവരെല്ലാം ഇരിപ്പുണ്ട്, ഈ റിബൽ ഗ്രൂപ്പ്. ചുരുക്കി പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി, ഏതോ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ആ ക്ലാസ്സിൻ്റെ പരിസരമൊക്കെ ഇങ്ങനെ വിഷയമൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പം എൻ്റെ അനുഭവം ഞാനിങ്ങനെ പറയുകയാണ്. സരസ്വതി ദേവിയാണല്ലോ ഗോഡ് ഓഫ് ലേണിംഗ്, വിദ്യയുടെ ദേവി. സ്വന്തം കയ്യിൽ ഒരു തൂവൽ സ്പർശത്തോടെ എന്നെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നത് പോലൊരു ഫീലിങ്. എന്നുവെച്ചാൽ ആ ഒരു ത്രസ്ഹോൾഡ് ക്രോസ് ചെയ്യുകയാണ് ഒരു ടീച്ചർന്ന്. 1 മണിക്കൂർ കഴിഞ്ഞ് ക്ലാസ് നിർത്തി ആദ്യം വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചത് ഈ റിബൽ നേതാവ് അരുൺ പ്രഭാകർ എന്ന് പറയുന്ന ഒരു രാജസ്ഥാൻകാരനാണ്. അവനായിരുന്നു നേതാവ്. അവൻ പറഞ്ഞു, ദിസ് ഈസ് ദി ബെസ്റ്റ് മെഡിക്കൽ ക്ലാസ് ഐ ഹാവ് എവർ ഹേർഡ് ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ് തെരുതെരെ ഉമ്മ വെച്ചു. ആ ദിവസമാണ് ഞാനൊരു മെഡിക്കൽ അധ്യാപകനായിട്ട് ജന്മം കൊണ്ടത്. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ കുറേ കാര്യങ്ങളുണ്ട്. നിംഹാൻസിൻ്റെ അനുഭവത്തിൽ. പിന്നെ ഒരു സംഭവം ഉണ്ടായത്, ഞങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ചില അന്തേവാസികളുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പത്രലേഖകൻ്റെ ഭാര്യ അവിടുത്തെ സ്ഥിരം അന്തേവാസിയാണ്. അപ്പോൾ അവർ എല്ലാ ദിവസവും ആ സിമൻറ്റ് ബെഞ്ചിലിരുന്ന് ഒരു പാട്ടും കേട്ടിരിക്കും. ഞങ്ങളെയൊക്കെ വലിയ ഇഷ്ടമാണ്. അവർ സ്കിസോഫ്രനിക്കായിരുന്നു, പാരനോയിഡ് സ്കിസോഫ്രനിയ. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വന്ന് വീട്ടിൽ വിളിച്ചുകൊണ്ട് 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും കൊണ്ടുവരും. പിന്നെ ഒരു പ്രമുഖ സാമൂഹ്യശാസ്ത്രജ്ഞൻ്റെ മകൻ ഒരു എപ്പിലെപ്സിയും മെൻ്റൽ റിട്ടാർഡേഷനുമായിട്ട് ഇൻമേറ്റാണ്. അപ്പോൾ അവിടെ ഒരു പാർക്ക് പോലെയൊക്കെയാണ് അതിനകത്ത്. അവിടെ അങ്ങ് ലയിച്ച് ജീവിച്ച് അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും. എൻ്റെ ഒരു ബാച്ചിൽ, എൻ്റെ ബാച്ചെന്ന് വെച്ചാൽ DPM ആണ്, ഡിപ്ലോമ പഠിച്ച ഒരു സുഹൃത്ത് അശോക് പൈക്കാട്ടിയിൽ നിന്നാണ്. അദ്ദേഹം കർണാടകത്തിലെ ഷിമോഗയിലാണ്. ഹീസ് എ ഫിലിം മേക്കർ. പ്രസിഡൻറ്റിൻ്റെ കന്നഡ ബെസ്റ്റ് ഫിലിമിനുള്ള ഡയറക്ഷനുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. ഗിരീഷ് കർണാടിൻ്റെ നാടക ട്രൂപ്പിൽ അംഗമായിരുന്നു. അപ്പം പുള്ളി എനിക്ക് അത്ര തിയേറ്ററൊന്നും അത്രയില്ലെങ്കിലും എനിക്കും കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ ഈ അരുൺ പ്രഭാകർ, എന്നെ എതിർത്തവൻ, അവൻ ഉറുദുവിൽ മനോഹരമായിട്ട് ഗസൽ എഴുതും, നാടകം എഴുതും.
അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ചെറിയ ചില നാടക പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി അങ്ങനെ സന്തോഷമായിട്ട് അടക്കുമ്പോഴാണ് നിംഹാൻസിൻ്റെ ഒരു വലിയ ചരിത്രം. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, ഈ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ആശുപത്രിയും 2 മാനേജ്മെൻറ്റാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇത് രണ്ടും സംയോജിപ്പിച്ച് ഒരു ഇൻ്റഗ്രേറ്റഡ് ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഡോക്ടർ വർമ്മ എന്ന് പറഞ്ഞ് അദ്ദേഹമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ, ന്യൂറോ സർജനാണ്. പക്ഷേ അദ്ദേഹത്തിന് തന്നെ ഭയങ്കര കാര്യം, മലയാളിയാണ്, പക്ഷേ ഒരു വൺ ഓഫ് ദി ഫേമസ് ന്യൂറോ സർജൻസ്. അപ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ 2 സർവീസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ അദ്ദേഹം അതിജീവിച്ചു. അപ്പോൾ ഞങ്ങളന്ന് വിദ്യാർത്ഥി അധ്യാപകൻ എന്നുള്ള വ്യത്യാസത്തിനുള്ള സ്കോപ്പില്ല, ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഈ വർമ്മ സാറുമായിട്ട് വലിയ അടുപ്പമാണ്. അപ്പോൾ അന്ന് എന്നെ സംബന്ധിച്ച് മെഡിസിന് കയറിയപ്പോൾ തന്നെ ഇത് വെറും വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് വെറും സയൻസ് അല്ല, ഒരുപാട് സാമൂഹിക ശാസ്ത്രത്തിൻ്റെയും ഒരുപാട് മാനവികതയുടെയും ഒരുപാട് സംസ്കാരത്തിൻ്റെയും അടരുകൾ കൂടെ ഉണ്ട് വൈദ്യശാസ്ത്രത്തിൽ നിന്ന്. എങ്ങനെയോ ഒരു ചെറിയ ഒരു ബീജം ഉണ്ടായിരുന്നു. കാരണം അതുകൊണ്ടാണല്ലോ ഞാൻ ഈ മെഡിസിൻ ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് MBBS ബോറടിച്ച് കോഴ്സ് വിട്ടാലെന്തെന്ന് കരുതിയ ഞാൻ ചെയ്യാൻ കാരണം അങ്ങനെ ഒരു ഫീൽ എനിക്ക് കിട്ടി. അതിലൊരു സർഗാത്മകത ഉണ്ടെന്ന് എനിക്ക് തോന്നി, അതിലൊരു സാംസ്കാരിക ജീവിതം അതിലുണ്ടെന്ന് തോന്നി, അതിലൊരു മാനവികതയുടെ ഒരു സ്പർശം ഉണ്ടെന്ന് തോന്നി. അപ്പോൾ ആ ഒരു മോഡൽ ഇന്നൊരു ടേമുണ്ട്, ബയോ സൈക്കോ സോഷ്യൽ മോഡൽ എന്ന്. മെഡിസിൻ്റെ മോഡൽ അതാണ്, ബയോളജിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ, ഈ 3 കൂടെ. അന്ന് ആ ടേം പോലും ഇല്ല, പക്ഷേ ഇത് ഉൾക്കൊള്ളുന്ന ഒരാളായിരുന്നു ഡോക്ടർ വർമ്മ. അതേപോലെ എവിടെയൊക്കെ കൂടെ എൻ്റെ മനസ്സിലും കയറി. അപ്പോൾ ഈ നിംഹാൻസിൻ്റെ ഉത്ഭവം ഒരു വലിയ സംഭവമായിരുന്നു. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വലിയ സംഭവമായിരുന്നു. അത് വർമ്മയുടെ ഒരു ഡിപ്ലോമസി കൊണ്ടും അദ്ദേഹത്തിനുള്ള അക്സെപ്റ്റൻസ് കൊണ്ടും ഓരോരുത്തരുടെ ആങ്സൈറ്റിയും അദ്ദേഹം മാറ്റിക്കൊടുത്ത് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഫൈനൽ ഇയറായി. ഞാൻ നല്ല വിദ്യാർത്ഥിയായിരുന്നു, നല്ല ജോലിയായിരുന്നു. ഈ പഠിത്തത്തിൻ്റെ ചുമതല കൂടാതെ ഞങ്ങളുടെ അസിസ്റ്റന്റ് പ്രൊഫസർ 5-6 മാസം ലീവായിട്ട് പോയപ്പോൾ ആ യൂണിറ്റ് വേറൊരു ഡോക്ടറാണ് ചാർജ് ഒഫീഷ്യലി, പക്ഷേ സീനിയർ MD കാരനെന്നല്ലേ ഞാനും നോക്കേണ്ടത്. അതെനിക്കൊരു വലിയ അനുഗ്രഹമായി. കാരണം എല്ലാ ദിവസവും ഞാൻ PGSന് ക്ലാസ് എടുക്കും, ക്ലാസ്. അപ്പോൾ എനിക്ക് വേഗം പഠിക്കാം, എനിക്ക് തറവായി ക്ലിനിക്കൽ സൈക്കാട്രി. അങ്ങനെയൊക്കെ ഇരുന്ന് പരീക്ഷ വന്നപ്പോഴത്തേക്ക് നിംഹാൻസ് വന്നു കഴിഞ്ഞു. അതായത് ഞാൻ പഠിക്കാൻ പോയത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത്, ഞാൻ പഠിച്ചിറങ്ങിയത് നിംഹാൻസ് ബാംഗ്ലൂർ. ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ മാനസിക രോഗ ചികിത്സാ പഠനത്തിനും ഗവേഷണത്തിനുമുള്ള സ്ഥാപനമാണ് നിംഹാൻസ് ബാംഗ്ലൂർ. ഇതിൻ്റെ ഉത്ഭവ സമയത്ത് അതിൻ്റെ കൂടെ ഒരു ആദ്യത്തെ ഉള്ള അധ്യാപകരും ഡോക്ടർ വർമ്മയും ഒക്കെയാണത് ചെയ്തതെങ്കിലും അതിൻ്റെ ഒരു സഹായിയായിട്ടും ഒരു ഉത്സാഹ കമ്മിറ്റിക്കാരനായിട്ട് നടന്ന ഒരു അനുഭവം എന്നെ ഭയങ്കരമായിട്ട് ട്രാൻസ്ഫോം ചെയ്ത ഒരു അനുഭവമായിരുന്നു. അതൊരു മോഡലായിട്ട് മനസ്സിൽ കയറി. ആ മോഡൽ കേരളത്തിൽ കൊണ്ടുവന്ന് നടപ്പാക്കണമെന്നുള്ള ഒരു നിയോഗം ഏറ്റെടുത്തു. അതാണ് പിൽക്കാലത്തിൻ്റെ ഭാഗ്യമോ നിർഭാഗ്യമോ ഒക്കെയായ എൻ്റെ കരിയറിനെ നിശ്ചയിച്ച ഒരു ഘടകം. അപ്പോൾ പരീക്ഷയായി, MD പരീക്ഷ. അപ്പോൾ നിംഹാൻസിൻ്റെ ഫസ്റ്റ് ബാച്ചാണ് ഞങ്ങൾ. അതായത് നിംഹാൻസിലെ ഫസ്റ്റ് ബാച്ചിൽ ആണ് ഞങ്ങൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവസാന ബാച്ചിൽ കയറുകയും നിംഹാൻസിലെ ഫസ്റ്റ് ബാച്ചായിട്ട് ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ അവിടെ ഭയങ്കര ആങ്സൈറ്റിയാണ്. അതിന് ഫസ്റ്റ് ബാച്ച് ആകുമ്പോൾ പിന്നെ വലിയ ഹൈ സ്റ്റാൻഡേർഡായിരിക്കും, അതുപോലെ പേടിപ്പിച്ചൊക്കെ. അപ്പോൾ അന്ന് എനിക്കൊരു താടിയുണ്ട്, അന്ന് എല്ലാവർക്കും താടിയുണ്ട് ഒരുവിധം മലയാളിയൊക്കെ. താടിയുണ്ടെങ്കിൽ ഒരു ബുദ്ധിജീവിയോ എന്തോ ഒരു തോന്നലാണല്ലോ. അപ്പോൾ എൻ്റെ അധ്യാപകരും എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞു, എടാ താടിയും വെച്ച് MD പരീക്ഷയ്ക്ക് പോയാൽ പൊട്ടും എന്നുള്ളത് ഷുവറാണ്, എക്സാമിനേഷനൊന്നും താടിയൊന്നും ഇഷ്ടപ്പെടില്ല. ഞാൻ കുറേ ആലോചിച്ചു, എന്നിട്ട് ആവശ്യമില്ലാത്ത ഞാൻ പറഞ്ഞു, ഈ താടിയുടെ പേരിൽ തോക്കുകയാണെങ്കിൽ സാരമില്ല. താടിയും വെച്ചാൽ പോയത് പരീക്ഷയ്ക്ക് കേട്ടോ. ഭയങ്കര കൊല പരീക്ഷയായിരുന്നു. ഞങ്ങളുടെ ബാച്ച് ഞങ്ങൾ സ്ട്രൈറ്റ് MD 3 പേരും 7 പേര് ഡിപ്ലോമ കഴിഞ്ഞുള്ള MDയും 10 പേര് ബാച്ച്. ആ ബാച്ച് എങ്ങനെ അരിച്ചു പറക്കിയാലും മാക്സിമം 2 പേരെ തോൽപ്പിക്കാം. 8 പേര് ജയിച്ചേ പറ്റുള്ളൂ. ആ ബാച്ചിൽ 3 പേര് ജയിച്ചു. സ്ട്രൈറ്റ് MDയിൽ ഐ വാസ് ദി ഓൺലി വൺ ഹൂ ക്ലിയർഡ്. എന്നെക്കാൾ പഠനശേഷിയും പ്രയത്നശീലവും ഒരുപക്ഷെ സബ്ജക്റ്റിൽ എന്നെക്കാൾ തിയററ്റിക്കൽ ഇതിലെങ്കിലും നോളജുമുള്ള എൻ്റെ 2 സഹപാഠികളും തോറ്റു.
ഇത് സംഭവിച്ച് ഞാനങ്ങ് ഡെസ്പായി കേട്ടോ. അവരുടെ കൂടെ ഇരുന്നാണ് ഞാൻ പഠിച്ചത്. എൻ്റെ വിജയം എനിക്ക് വൈകുന്നേരം രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന 7:30 തുടങ്ങിയ പരീക്ഷ വൈകിട്ട് 8 മണിയായി തീർന്നപ്പോൾ ഞാൻ ആ പടിയിലിങ്ങനെ ഇരുന്നു. ഹോസ്റ്റലിൽ വന്നു കുറേ ഇരുന്നു. അത് കഴിഞ്ഞ് മുറിയിൽ കയറി. കാര്യം ഇവർ തോറ്റിട്ട് ഞാൻ ജയിക്കുന്നതിലൊരു ഭയങ്കര ഒരു അനൗചിത്യം. വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷിക്കേണ്ട 1975 ജൂണാണ് ഞാൻ ഈ പറയുന്നത്. അത് ഞാൻ പരീക്ഷയും കഴിഞ്ഞിങ്ങനെ എനിക്കത് മാറുന്നില്ല. അങ്ങനെ ഇരുന്ന് അവസാനം പോയി മുറിയിൽ കയറി ഡ്രസ്സ് പോലും അഴിക്കാതെ കമന്ന് കിടന്നു. എന്തോ കഴിച്ചെന്ന് വരുത്തി മെസ്സിൽ നിന്ന് കഴിച്ചെന്ന്. രാത്രി 1 മണിയായി കാണും. 1 മണിയായപ്പം മെസ്സിലെ താഴത്തെ ബോയ് വന്ന് വാതിലിൽ കുത്തുന്നത്. ഫോണില്ല, മുറിയിലൊന്നും ഫോണില്ലല്ലോ. താഴെ ഒരു ഫോണേ ഉള്ളൂ. ഉങ്ങൾക്കൊരു ഫോൺ കാൾ ഇരിക്ക്, കീഴെ വാങ്ങോ, അത് എമർജൻസി എന്ന് ചൊല്ലി അയച്ചെന്ന്. അപ്പം ഞാൻ ഓടി താഴെ ചെന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഹരികൃഷ്ണൻ. പുള്ളി ബാംഗ്ലൂരിലെ ഡെക്കാൻ ഹെറാൾഡിലെ ഒരു സബ് എഡിറ്ററാണ്. അപ്പോൾ ഹരികൃഷ്ണൻ എല്ലാവരെയും അറിയാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പം ഞാൻ വിചാരിച്ച എൻ്റെ പരീക്ഷയാണെന്ന് ചിലപ്പം ഹരികൃഷ്ണനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ റിസൾട്ട് അറിഞ്ഞ് എന്തായി എന്ന് അറിയാൻ റിസൾട്ട് എന്തായെന്ന് ചോദിക്കാൻ വിളിച്ചതായിരിക്കും എന്ന് വിചാരിച്ചു. രാത്രിയൊക്കെ വിളിക്കാറുണ്ട് ഇങ്ങനെ. 1 മണിക്കൊന്നും വിളിച്ചിട്ടില്ല. അപ്പോൾ ഹരീഷൻ പറഞ്ഞു, കഷ്ടമായിപ്പോയി കുമാറേ, അല്ലേ, ഭയങ്കര കഷ്ടമായിപ്പോയി. അപ്പം ഞാൻ കരുതി എന്താണെന്നോ, ഈ പരീക്ഷയിൽ ഇത്രയും പേര് തോറ്റത് ഇയാൾ അറിഞ്ഞ് എന്നോട് പറയാം. ഞാൻ പറഞ്ഞു കഷ്ടമായിപ്പോയി, ഞാൻ മാത്രമേ ജയിച്ചുള്ളൂ. അതല്ല, നീ അറിഞ്ഞില്ലേ? ഇല്ല, എന്താ? അത് എമർജൻസി പ്രഖ്യാപിച്ചു. JPയെയും 30 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. 160 പേരെ രാജ്യത്ത് പല ഭാഗത്തുനിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് 25 ജൂൺ 1975. ആ ദിവസമാണ് ഞാൻ സൈക്യാട്രിസ്റ്റായിട്ട് ജ്ഞാനസ്നാനം ചെയ്യുന്ന ദിവസം. ഇന്ത്യയിൽ ജനാധിപത്യം കശാപ്പ് ചെയ്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ആ പ്രിസൈസ് ദാറ്റ് ഡേ ഐ ബിക്കേം എ സൈക്യാട്രിസ്റ്റ്. ഈ 3-4 ആണുങ്ങളുണ്ട്. അപ്പോൾ അതിലൊരുത്തൻ ഈ കൊച്ചിൻ്റെ ഒരു അരഞ്ഞാണം വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഇത് മറ്റവരുടെ കണ്ണ് തപ്പി ഇവൻ തട്ടിക്കൊണ്ട് പോകണതാണോ. ഞാൻ കയറി പിടിച്ചു. ഞാൻ പിടിക്കാൻ പറഞ്ഞു, ആരോ കയറി പിടിച്ചു. അപ്പോൾ ഞാൻ വെച്ചു, താനിത് എവിടെ പോകണം? ഇത് പിന്നെ അപ്പച്ചി പറഞ്ഞു ഇത് കൊണ്ടുപോയി പണയം വെച്ച് രൂപ കൊണ്ടുവരാൻ. അപ്പോൾ ഈ വയസ്സായ സ്ത്രീ കൊടുത്തയക്കുകയാണ്. ഇത് പണയം വെച്ച് രൂപ കൊണ്ട് സൂപ്രണ്ട് കൊടുത്താലേ അഡ്മിറ്റ് ചെയ്യുള്ളൂ.